ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്കൂളുണ്ടെന്നൊക്കെ വിചാരിച്ച് നമ്മൾ നേരത്തെയൊക്കെ എഴുന്നേറ്റുണ്ടായിരുന്നു. പക്ഷേ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ സ്കൂള് ഇല്ലയെന്ന് പറഞ്ഞു. എന്താന്ന് പറഞ്ഞാൽ ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ജോലിയൊന്ന് പതുക്കെ ആക്കി കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ വേവിച്ച് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതിന് കറിയൊന്നും വെക്കാനായിട്ട് പോയില്ല. നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരവധിയാണെന്ന് കാണുമ്പോൾ പിന്നെ നമുക്ക് ഒരു ഇത്തിരി മടിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വരുന്ന പോലെ എനിക്കും വന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വരുമെന്ന് അറിഞ്ഞുകൂടെ, എന്നാലും ഞാൻ പറഞ്ഞതാണ്. എല്ലാവർക്കും ചില ആൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു ചെറിയ മടിയൊക്കെ ഉണ്ടാവുമല്ലോ. പതുക്കെ മതിയല്ലോ, ജോലി ചെയ്യണം, എന്നാലും നമ്മുടെ ജോലി ഒന്ന് പതുക്കെ ആക്കാം എന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഞാൻ ഇടിയപ്പവും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഒന്നല്ലെങ്കിൽ കറി വയ്ക്കാനായിട്ട് ഒന്ന് സമയമില്ലെങ്കിൽ ഇടിയപ്പമൊക്കെ ഉണ്ടെങ്കിൽ മോൾക്ക് ഇടിയപ്പം കൊണ്ടുപോയാലും മതി. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കറി ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് ഇടിയപ്പം കൊടുത്തു വിടാമെന്നൊക്കെ നേരത്തെ ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും സ്കൂളും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ സ്കൂളുള്ള സമയം ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ജോലിയുടെ തിരക്ക് കൊണ്ട് ഞാൻ കട്ടൻ ചായയൊന്നും ഉണ്ടാക്കി അങ്ങനെ ആ സമയത്ത് ചിലപ്പോഴൊന്നും കുടിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ കട്ടൻ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അപ്പോഴാണ് പിന്നെ രാജേട്ടൻ വന്നപ്പോൾ പറഞ്ഞു കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ വെള്ളവും പിന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ചത്. അപ്പോൾ അത് ഞാൻ പിന്നെ ഇറക്കി കുടിവെള്ളത്തിലേക്ക് ചിലപ്പോൾ അങ്ങനെ ആക്കി വെക്കാറുണ്ട്. എന്നാലും പിന്നെ കട്ടൻ ചായ ചോദിച്ചത് കൊണ്ട് ഞാൻ പിന്നെ അത് കട്ടൻ ചായ എടുത്ത് ഫ്ലാസ്കിലാക്കിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഉണ്ടാക്കിയതല്ലെന്ന് വിചാരിച്ച് ഞാനും ഒരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ നമ്മുടെ മാവൊക്കെ നനച്ച് ആയിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അത് ഈ അച്ചിലിട്ട് തിരിച്ചപ്പോൾ ഇത്തിരി ടൈറ്റ് പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ ഇച്ചിരി പാടുപെട്ടു ഞാൻ. അപ്പോൾ അങ്ങനെ എന്നാലും ഞാൻ ഉണ്ടാക്കിയൊക്കെ എടുത്തു. പിന്നെ ചിലപ്പോൾ രാജേട്ടനൊന്ന് ഇങ്ങനെ ഒന്ന് നെക്കിയൊക്കെ തരാൻ പറഞ്ഞാൽ ഇതൊന്ന് നെക്കിയൊക്കെ തരും കേട്ടോ. പിന്നെ ഞാൻ വിളിച്ചൊന്നുമില്ല. അങ്ങനെ നമ്മൾ 2 തട്ട് ആദ്യം ഉണ്ടാക്കി വെക്കും. നമ്മൾ 3 തട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ അടുത്തടുത്ത തട്ടായതുകൊണ്ട് ഇങ്ങനെ തമ്മിൽ മുട്ടിയിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ ഏറ്റവും അടിയിലെ തട്ടും മേളിലെ തട്ടും ആദ്യം ഒന്ന് വെച്ച് വേവിക്കും. പിന്നെ ആ ഒരു തട്ടും കൂടി ഉണ്ടാക്കി വെക്കും. ഇതെടുത്ത് കഴിയുമ്പോൾ അത് വെക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ 3 തട്ടും കൂടി ഉണ്ടാക്കി വെക്കും. ഇങ്ങനെയാണ് ആവിക്ക് വെക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇടിയപ്പമൊക്കെ പിന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കടലയും കൂടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പം ഒന്ന് ഞാൻ പിന്നെ പാത്രത്തിൽ മാറ്റിയതിന് ശേഷം പിന്നെ ഇത് കുക്കർ തുറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇടിയപ്പമൊക്കെ പക്ഷേ ഇതുണ്ടെങ്കിലും നമ്മൾ നിൽക്കാൻ പാടുപെട്ടെങ്കിലും ഇടിയപ്പമൊക്കെ നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ. ഇടിയപ്പമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇടിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടലക്കറി വെക്കണം. പിന്നെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമുള്ള കാര്യങ്ങൾ മാത്രമാകട്ടെ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ലെങ്തുമായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്നും തന്നെ റിപ്പീറ്റ് ചെയ്തൊക്കെ ഒന്നും എന്നാലും നമ്മൾ ഒരേ കറികളും കാര്യങ്ങളും അല്ലല്ലോ ഉണ്ടാക്കണത്. അപ്പോൾ അതുകൊണ്ട് കാണിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഇത് മതി, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം മാത്രം കാണിക്കാമെന്ന് വിചാരിച്ച് ആ ഒരു വീഡിയോയെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ അപ്പോൾ നമ്മുടെ കടലയൊക്കെ നമ്മൾ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതിന് നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കണില്ല. അപ്പോൾ തേങ്ങ അരയ്ക്കാതെ തന്നെ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ആകുമ്പോൾ ഒരുപാട് ചാറൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഒരു കുറച്ച് ചാറ് മതിയല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഓർത്ത് തേങ്ങാപ്പാൽ പിഴിയണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ അത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് സാധാരണ പോലെ കടുകിട്ട് പൊട്ടിച്ച് പിന്നെ ഉള്ളിയിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ മസാല ഇടുകയാണ്. പിന്നെ നമ്മൾ തേങ്ങ അരയ്ക്കാത്തത് കൊണ്ട് നമ്മുടെ ഗ്രേവിക്ക് തിക്നെസ്സൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇത്തിരി പിന്നെ പൊടികൾ കൂടുതലിടണം. മല്ലിപ്പൊടിയൊക്കെ സാധാരണ ഞാൻ ചിലപ്പോൾ ഒരു തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ അങ്ങനെ മല്ലിപ്പൊടിയൊന്നും കൂടുതൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മളൊരു 2 സ്പൂൺ നിറച്ച് തന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. അതുപോലെ സാധാരണ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഒരു സ്പൂണോളം അത്ര ഇടുന്നുണ്ട്. ഒരുപാട് എരിവില്ലാത്തതുകൊണ്ടാകട്ടെ ഞാനിങ്ങനെ 1 സ്പൂണൊക്കെ ഇടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടല ഇട്ട് കൊടുക്കുകയാണ്. കടല ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ
കറി നല്ല നല്ല കളറും ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല കളറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കറി കാണുമ്പോൾ അറിയാൻ പാടില്ലേ കറിക്ക് രുചി ഉണ്ടാവുമെന്നൊക്കെ. അപ്പോൾ ചില കറികൾക്ക് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റുമോ ഇത് ഇത്രയേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. എനിക്കത് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഈ കടല കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്ത് കടലയ്ക്ക് രുചി ഉണ്ടാവുന്നു. പക്ഷേ നല്ല കടലക്കറി ആയിരുന്നു. ചില സമയങ്ങളിൽ നമ്മൾ വയ്ക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ചില സമയങ്ങളിൽ അത്ര രുചിയായിട്ട് തോന്നാറില്ല നമ്മൾ വെച്ചാൽ തന്നെ. നമ്മൾ എന്ന് വെക്കുന്നതാണെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ വയ്ക്കുമ്പോൾ അങ്ങനെ ആവാറുണ്ട്. എനിക്കങ്ങനെ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടലക്കറി കണ്ടപ്പോഴേ എനിക്ക് തോന്നി കടലയ്ക്ക് ഒരു പ്രത്യേക രുചിയൊക്കെ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ കടല നല്ല രുചി ഉണ്ടായിരുന്നു. പിന്നെയാണ് അപ്പോൾ പാൽ ചായ ഞാൻ വെച്ചില്ല. പാൽ നമ്മൾ പൊടി ആണ് ചായക്ക് ഉപയോഗിക്കുന്നത്. കവർ പാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചായ ഇപ്പോൾ ആദ്യമൊന്നും നമ്മൾ ലൂസ് പാൽ നമ്മൾ മിൽമയിൽ പോയി മേടിക്കും. ഇപ്പോൾ രാവിലെ അങ്ങനെ മോൾക്ക് നേരത്തെ പോകണത് കൊണ്ട് നമ്മൾ പിന്നെ അതും വാങ്ങാനുള്ള സമയവും കിട്ടുന്നില്ല, പിന്നെ അതിൻ്റെ രുചിയൊന്നും ഇഷ്ടപ്പെടുകയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ കുടിവെള്ളം